കൊല്ലാനും കൊല്ലിക്കാനും കൂടെ നിൽക്കുന്നുവെന്ന് ആരോപണമുള്ള ADGP MR അജിത് കുമാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാണ്. അൻവറേട്ടന്റെ ആഞ്ഞടിക്കലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും ടീമിന്റെയും ഉള്ള സമാധാനം പോയി എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ മാർച്ചും ജലപീരങ്കിയും ലാത്തി ചാർജും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവറേട്ടൻ ആ വഴി പോയി. അതെ അൻവറേട്ട, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നത് എന്തെങ്കിലും കണ്ടായിരുന്നോ നിങ്ങള്? അടി, ഇടി, ചോര, ഭീഷണി, മൊത്തം പ്രശ്നം കേട്ടോ. നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. അതെ, അൻവറേട്ടനൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ആത്മീയതയുടെ പാതയിൽ നടക്കുന്ന ഒരാളോട് മാർച്ചിന്റെ കാര്യമൊന്നും ചോദിക്കരുത് കേട്ടോ. അദ്ദേഹം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മാറിയിരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് കൊളുത്തിയ മുഖ്യമന്ത്രിക്കും ADGPക്കും എതിരായ പ്രതിഷേധത്തിൽ പരക്ക സംഘർഷം. ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി, ജലപീരങ്കി പ്രയോഗിച്ചു, നിലത്ത് വീണ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. ഒരു പോലീസിനെ അടിച്ചൊതുക്കാന്നോർത്തെ, യൂത്ത് കോൺഗ്രസിനെ അടിച്ചൊതുക്കാന്നോർത്തെ ഈ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. ഇവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേരള പോലീസ്. കേരള പോലീസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കള്ളക്കടത്ത് നടത്തി, കൊലപാതകം നടത്തി. ചോദിക്കാൻ വരുമ്പോ ഇവനെയൊക്കെ അഭ്യാസോ അജിത് കുമാർ RSSും ഒരു പിണറായികളെ കൂട്ടി കള്ളക്കടത്ത് നടത്തും. ഇനി തിരിച്ചങ്ങോട്ട് ആക്രമിക്കുന്നുള്ള ധ്വനിയല്ലേ അത്? യൂത്തന്മാർക്ക് കരുത്ത് പകരാൻ പിന്നീട് വലിയ നേതാവ് രംഗത്തിറങ്ങി. എന്താ ഇവിടെ നമ്മളെ കുട്ടികൾ ചെയ്തത്? സിന്ദാബാദ് വിളിച്ചതോ, മുദ്രാവാക്യം വിളിച്ചതോ? മുദ്രാവാക്യം വിളിച്ച കുട്ടികളെങ്കിലും തലക്കടിച്ച് തലകീറി ചോരി ഒലിപ്പിച്ച് കൊല്ലാനാണോ? അങ്ങനെ നിയമമുണ്ടോ ഇവിടെ? അല്ല നേതാവേ, മുദ്രാവാക്യം വിളിക്കുക മാത്രല്ല നമ്മുടെ കുട്ടികൾ ചെയ്തത്. ചെറുതായിട്ട് ബാരിക്കേഡ് ചാടിക്കടക്കാൻ നോക്കി, സെക്രട്ടേറിയറ്റിന്റെ മതിലും ചാടിക്കടക്കാൻ നോക്കി, പിന്നെ പോലീസിന്റെ ഷീൽഡ് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റാൻ നോക്കി, പിന്നെ തല്ലും കൊടിയും മരക്കൊമ്പൊക്കെ പോലീസുകാർക്ക് നേരെ എറിഞ്ഞു. അതൊന്നും സുധാകരൻ കേട്ടില്ല. അത് കഷ്ടായല്ലോ. അതൊരു പ്രത്യേകതരം കാഴ്ചയാണല്ലോ. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ ഒരു ലോഡ് പുച്ഛം വാരി വിതറി എല്ലാത്തിനും കാരണഭൂതനായ അൻവറേട്ടൻ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ് കുഞ്ഞാടുകളുടെ മുതുകത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ റൂട്ട് മാപ്പ് പതിയുമെന്നാണ് അൻവറേട്ടൻ പറയുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ് ഈ ഓഫീസ് അധോലോക കേന്ദ്രമാണ് എന്ന്. അധോലോക കേന്ദ്രമാണ് എന്ന ആ ആക്ഷേപത്തെ തിരിച്ചറിയുന്ന ഏതൊരു നിലമ്പൂർ MLAയുടെയും ആരോപണത്തെ ഞങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് MLA, ഞങ്ങൾ ഈ സമരവുമായിട്ട് വരുമ്പോ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം, നിങ്ങളുടെ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ശശിയുടെ ശശിസേന ഞങ്ങളെ മർദ്ദിക്കുമായിരിക്കും. തിരുവനന്തപുരത്തിന്റെ ഭൂപടമല്ല, ഏഷ്യയുടെ ഭൂപടം ഞങ്ങളുടെയൊക്കെ തോളിലും ഞങ്ങളുടെയൊക്കെ ചുമരിലും പതിഞ്ഞാലും ശരി തന്നെ, ഞങ്ങൾ നിങ്ങളെ പോലെ U-ടേൺ എടുക്കാൻ പോകുന്നില്ല എന്ന് അങ്ങയെ വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. വീണ്ടും വീണ്ടും അപമാനം. സാരില്ല അൻവറേട്ട, കൊട്ടിഘോഷിച്ച് പോലീസിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിനെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ആ ആവേശം ചോരുമ്പോ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. സാരില്ല, അങ്ങോട്ട് സഹിക്കന്നെ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നാണ് പത്രവാർത്ത. പക്ഷേ നട്ടലോടുകൂടി അൻവർ ഈ പോരാട്ടത്തിന് മുന്നോട്ട് വന്നാൽ പൂർണ്ണമായും രാഷ്ട്രീയമായ എല്ലാ പിന്തുണയും കേരളത്തിലെ UDFകാരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അൻവറേട്ട, അങ്ങക്കല്ലായിരുന്നോ പേടി? ജീവന് ഭീഷണിയുണ്ട്, തോക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എതിർ പാർട്ടിക്കാർ വരെ നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സന്തോഷായില്ലേ? പാവം CM ഇപ്പൊ പുറത്തു പോലും ഒന്നും കാണാൻ കിട്ടുന്നില്ല. പണ്ട് പിണറായി വിജയന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ മുട്ട് വിറയ്ക്കുന്നവര് വരെ ഇന്ന് ഞങ്ങളുടെ CMനെതിരെ സംസാരിക്കല്ലേ, അതും പാർട്ടി സമ്മേളനങ്ങളില്. പോലീസിനെ മുഖ്യമന്ത്രി കെട്ടഴിച്ച് വിട്ടു എന്നൊക്കെയാണ് പാർട്ടിക്കുള്ളിലുള്ളവർ എന്നെ വിമർശിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഇരട്ടച്ചങ്ങനെ എങ്ങനെ സഹിക്കും? ഇപ്പൊ കണ്ണൻ സുധാകരന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. ഏത് കൊലകമ്പനും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഒരു സമാധാനവും കിട്ടണില്ലെന്നേ. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം കണ്ടുപിടിക്കണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർഭരണം സ്വപ്നത്തിൽ പോലും കിട്ടില്ല എന്നൊക്കെയാണ് വിമർശനം. അതായത് മുഖ്യന്റെ ഭരണത്തില് പാർട്ടിക്കകത്ത് തന്നെ അതൃപ്തി ഉണ്ടെന്ന് സാരം. അതും പോരാഞ്ഞിട്ട് പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് അംഗങ്ങൾ സമ്മേളനം ബഹിഷ്കരിച്ചതിനാൽ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടില് ബ്രാഞ്ച് സമ്മേളനവും മുടങ്ങി.
അങ്ങനെ കോമ്രേഡ്സ് കോവിലകം മൊത്തത്തിൽ അസ്വസ്ഥരാണ് ഗൈസ്. ആരൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയാലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ചേർത്ത് നിർത്താൻ, അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കാൻ അദ്ദേഹത്തിന്റെ കുറച്ച് അങ്കളുണ്ട് ഇവിടെ. മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നവര് അതോർത്താൽ നന്ന്. ടി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾ കാരണം ഒറ്റപ്പെട്ടു പോയ ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവിനെ ചേർത്ത് നിർത്തി അദ്ദേഹത്തിന് മോട്ടിവേഷൻ നൽകാൻ ഇനി ഒരാൾക്കേ പറ്റൂ. ആർക്കാ? സാക്ഷാൽ വി ശിവൻകുട്ടി, അല്ലാണ്ടാരി. ടി.വി. അൻവർ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പാവം പിണറായി വിജയൻ എന്ത് ചെയ്തു? നമ്മുടെ CM എത്ര നിഷ്കളങ്കനാണെന്ന് നിങ്ങൾക്ക് ആർക്ക് ശരിക്കും അറിയില്ല എന്നാണ് ശിവൻകുട്ടി സഖാവിന്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. അത് ഒരു കാരണവശാൽ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങളിലും നെഞ്ചു കൊടുത്തു നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇപ്പൊ കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്നാണ് പലരും പറയണത്. മുഖ്യമന്ത്രിക്ക് സംഘപരിവാറുകാരായിട്ട് അന്തർധാര സജീവാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് കേട്ടോ സഖാവേ. പ്രതിപക്ഷ നേതാവിന്റെ ആശയമൊക്കെ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? RSSകാർ തലയ്ക്ക് വില പറഞ്ഞ ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം RSSമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ADGPക്കെതിരായ ഗുരുതര ആരോപണങ്ങളിലും കൂടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. ADGPക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി അന്തസ്സായി തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണം വരട്ടെ, തീരുമാനിക്കാം. അതെ, ആരോപണ വിധേയനായ ADGPയുടെ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ആ കേസ് അന്വേഷിപ്പിക്കണില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ CMന്റെ ബ്രില്യൻ മൂവ്? അപാരം തന്നെ അല്ലേ? ഇതും കൂടി ആയപ്പോ ഉറപ്പിച്ച മക്കളെ, ആഭ്യന്തരം CMന്റെ കയ്യിൽ സേഫ് ആണ്. പക്ഷെ ഭരണപക്ഷ MLA ആയ അൻവറേട്ടന് മാത്രം ആ അഭിപ്രായം ഇല്ല എന്ന് മാത്രം. അല്ലാതെ അൻവറിന്റെ അഭിപ്രായം, ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. അൻവറേട്ടന്റെ പേര് പറയുമ്പോ തന്നെയുള്ള ആ ഒരു പുച്ഛം കണ്ടില്ലേ? ഒക്കെ പോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും മൂക്കിന്റെ തുമ്പത്തല്ലേ ADGP MR അജിത് കുമാർ കൊട്ടാരം പോലത്തെ വീട് പണിയണത്? അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നാണ് അൻവറേട്ടൻ ചോദിക്കണം. എനിക്ക് ഞാൻ ആരൊക്കെ വീട് പണിയുന്നത് നോക്കി രാവിലെ മുതൽ എൻ്റെ എണ്ണ എടുക്കലല്ല ജോലി. അൻവർ നടക്കുന്നു. എനിക്ക് ആരെല്ലാം വീട് വയ്ക്കുന്നു, പുതിയ വീട് വയ്ക്കുന്നു, പഴയ വീട് വയ്ക്കുന്നു, ആരെല്ലാം പുതിയ വീട് മിനുക്കുന്നു നോക്കലല്ല എൻ്റെ പണിയെന്ന് പറയാം. എൻ്റെ പണി വേറെയാണ്, ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല, ഇതിനൊക്കെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറയണത്. ഇതൊക്കെ ന്യൂജൻ കോമ്രേഡ്സ് കണ്ടു പഠിക്കണം കേട്ടാ. അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും ഇവിടെ ആർക്കും ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞ് പേരെഴുതി ഒപ്പിട്ട് ശിവൻകുട്ടി സഖാവ് യാത്രയായി. ആഭ്യന്തര വകുപ്പിന്റെ അനിർവചനീയമായ കഴിവും ADGPയുടെ ക്രമസമാധാന പാലനവും കാരണം ഇവിടത്തെ നാട്ടുകാരുടെ സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.